കൊണ്ടല്ലേ നമ്മൾ ചൊല്ലുന്നു യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ, എല്ലാവർക്കും വെളിച്ചം നൽകുന്ന, എല്ലാവർക്കും സത്യത്തിന്റെ വെളിച്ചം നൽകുന്ന നേതാവായി വന്ന ഏറ്റവും വലിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചയച്ച അവന്റെ റസൂലാണ്. അവിടുന്ന് ഒരു സാധാരണ വ്യക്തിത്വമല്ല, സാധാരണ നേതാവല്ല, സാധാരണ മനുഷ്യനല്ല, സാധാരണ കഴിവുള്ള വ്യക്തിയല്ല, സാധാരണ കാഴ്ചയല്ല, സാധാരണ കേൾവിയല്ല, സാധാരണ അറിവല്ല, സാധാരണ മഹത്വമല്ല. അവിടുത്തേതൊന്നും സാധാരണയല്ല. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീമാ ഹസീനിഹി ഫജൗഹറുൽ ഹുസൈനി ഫീഹി ഗൈറു മുൻഖസിമി. മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇപ്പോൾ നീണ്ട പ്രസംഗം നടത്താൻ കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല, എനിക്കും കഴിയില്ല. അതുകൊണ്ട് നീണ്ട വയത് കേൾക്കേണ്ടവർക്കൊക്കെ സീഡികൾ നബിസല്ലല്ലാഹുവിന്റെ മദ്ഹ് തന്നെ പറഞ്ഞാൽ ലാ ഉഖ്സിം ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വലാ വലദ് വവാലിദിൻ വമാ വലദ്. അല്ലേ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാടിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പാപ്പയെ, അവരൊക്കെ മുൻനിർത്തി അള്ളാഹ് സത്യം ചെയ്യാൻ എത്ര വലിയ ബഹുമാനമാണ്. ഇതുപോലെ വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹരി ഇദാ ജല്ലാഹാ, അതുപോലെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. 3 സൂറത്തുകൾ പ്രസംഗിച്ച CD ഇപ്പൊ അടുത്തിറങ്ങിയത് 100 രൂപ എടുത്ത് എല്ലാവർക്കും കിട്ടും, വാങ്ങി കേൾക്കാം. വേറെ ഒരുപാട് CD-കൾ കേൾക്കാനുണ്ട്. ഞാൻ ഒരു ചെറിയ സാമ്പിളിന് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് ഞാൻ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസാക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്. അതാണ് ഏറ്റവും വലിയ മദ്ഹ്. അള്ളാഹു പറഞ്ഞേച്ചാളാണ്, പിന്നെ സാധാരണക്കാരനല്ലാന്ന് ഓർത്തില്ലേ. കാരണം റസൂലാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണണം, അത് സാധാരണക്കാരന് കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കണോ, അത് സാധാരണക്കാരന് കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാമിനെ ബന്ധപ്പെടുന്ന സാധാരണക്കാരന് കഴിയൂല. എന്തിനധികം പറയണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞില്ലേ, ഖറജതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നവാഹി മക്ക, മക്കയുടെ ചില ഭാഗങ്ങളിൽ ഞാൻ നബി സല്ലല്ലാഹു നിങ്ങളുടെ കൂടെ അങ്ങ് പുറപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഫമസ്തഖ്ബലഹു ജബലുൻ വലാ ശജറുൻ ഇല്ലാ വഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോൾ എല്ലാ പർവ്വതങ്ങളും കല്ലുകളും സർവ്വ മരങ്ങളും നബി സല്ലല്ലാഹു വസല്ലമ തങ്ങളെ വിളിക്കുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്റെ കാതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേൾക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരത്തിന്റെ ശബ്ദം, കല്ലിന്റെ ശബ്ദം, പലതിന്റെയും ശബ്ദം കേൾക്കാനുള്ള പ്രത്യേക കഴിവുള്ളതിന്റെ പുറമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ നടക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും അസാധാരണ കേൾവി കിട്ടുകയാണ്. കല്ലിന്റെ ശബ്ദം കേൾക്കുകയാണ്, മരത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. സഹാബത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോ, പുതിയ മിമ്പറിലേക്ക് നബിതങ്ങൾ അങ്ങ് മാറിയപ്പോ, നബിതങ്ങൾ വിട്ടുപിരിഞ്ഞ സങ്കടം കൊണ്ട് ഈത്തപ്പന അരഞ്ഞു തുടങ്ങുകയാണ്. അൽ കവാകിബുദ് ദുർരിയ ഫീ മദ്ഹി ഖൈറിൽ ബരിയ എന്ന ബുറുദ ബൈത്ത് കേട്ടു.
ഇമാം ബുസ്രി തങ്ങൾക്ക് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂരിപ്പിച്ചു കൊടുത്തു. അത് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സലാത്ത്, അത് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സലാത്ത്, അതാണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. മൗലൈ എന്ന് പറയണ്ട, അതൊരു അദബ് വീട് പോലെ തോന്നുന്നു. മൗലായ, അല്ലാഹുവിനെ വിളിക്കുന്ന മൗലായ, എന്റെ സംരക്ഷകനായ അല്ലാഹുവേ, സല്ലി വസല്ലിം ദായിമൻ അബദാ, നീ മഹത്തായ അനുഗ്രഹവും മഹത്തായ സമാധാനവും നൽകണം. ആർക്ക്? ഇനി അങ്ങോട്ട് മദ്ഹാണ്, ഇത് സലാത്താണ്, സലാമാണ്. ഇനി അങ്ങോട്ട് മദ്ഹാണ്, മദ്ഹ് കൂട്ടിച്ചേർത്ത സലാത്താണ്. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതിൽ രണ്ട് മദ്ഹാണ്. ഒന്ന് അള്ളാന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് പറഞ്ഞ മദ്ഹാണ്. അലാ ഖൈറിൽ ഖൽഖി കുല്ലിഹിം എന്നതോ അത് ഇമാം ബൂസരി തങ്ങൾക്ക് ബുർദ ബൈത്തിന്റെ ഇടയ്ക്ക് ഇമാം ബൂസരി തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂല് ഉറക്കിൽ പറഞ്ഞു കൊടുത്ത മദ്ഹാണ്. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അത് എയ്ഡ് ചെയ്തുകൊണ്ട്, അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇമാം ബുസ്രി ഉണ്ടാക്കിയ സലാത്താണ് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഴുവനും ചൊല്ലി അങ്ങ് കേട്ടു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൂസരി തങ്ങൾക്ക് രോഗമുണ്ടല്ലോ, വാതരോഗമാണല്ലോ, എഴുന്നേറ്റ് നടക്കാൻ പറ്റൂലല്ലോ. സുഹൃത്തുക്കളെ, ഖബറിൽ കിടക്കുമ്പോഴും അവിടുന്ന് പ്രവർത്തന രംഗത്തല്ലേ. ഇമാം ബൂസരി തങ്ങളുടെ രോഗമുള്ള സ്ഥലത്ത് കൈകൊണ്ടങ്ങ് തടകി കൊടുത്തു. ബുറുദയിൽ ഇമാം ബൂസരി ഒരു സ്ഥലത്ത് ചൊല്ലിയിട്ടുണ്ട്, കമ്മബ്റഅത് വസീബൻ ദില്ലം സീറാഹതുഹു. തങ്ങളുടെ ഉള്ളം കൈ കൊണ്ട് തടകിയപ്പോ എത്ര രോഗം മാറിപ്പോയിട്ടുണ്ട്. അതേ ഇമാം ബൂസരി തങ്ങൾക്ക് ഉറക്കിൽ സ്വപ്നത്തിലങ്ങ് തടകിക്കൊടുത്തു. ഇമാം ബൂസരി തങ്ങളെ രോഗം ആ സമയത്ത് തന്നെ അങ്ങ് മാറിപ്പോയി. സന്തോഷിച്ചു പോയി. പോരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ വകയിൽ ഇമാം ബൂസരിക്കൊരു സമ്മാനം. ആ സമ്മാനമായി എന്തു ചെയ്തു? ഹബീബായ നബി തങ്ങൾ മദീനയിൽ നിന്ന് ഒരു പുതപ്പിങ്ങെടുത്തു. ആ പുതപ്പെടുത്തിട്ട് അതാ ഇമാം ബൂസരി തങ്ങൾ ഈജിപ്തിലെ അവിടുത്തെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിച്ച പുതപ്പ് അവിടുത്തെ ചുമലിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് അൽ ബുർദ, പുതപ്പ് എന്ന പേര് ആ പദ്യത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് ഇമാം ബിസ്താമി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, മഹാനവർകൾ പിറ്റേ ദിവസം ആരോഗ്യത്തോടെ ഈജിപ്തിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു മഹാനായ പണ്ഡിതൻ കണ്ടു. അബുറജാ റളിയല്ലാഹു അൻഹു സ്നേഹിതനാണ്. ചോദിച്ചു, നിങ്ങൾ നബിതങ്ങളെ കുറിച്ച് ചൊല്ലിയ പദ്യം ഒന്നെനിക്ക് തരണം. ഈ പദ്യത്തെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയില്ലല്ലോ, കാരണം ഇത് ആർക്കും കൈമാറിയിട്ടില്ലല്ലോ. ഏത് പദ്യം? മുദരിയാണോ ഹംസിയാണോ? ഏത് പദ്യം? അപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. ഔലിയാക്കളെ സമ്മേളനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഔലിയാക്കളെ കൂടെ അവർക്ക് സമ്മേളനങ്ങളുണ്ട്, ഉറക്കിലുണ്ട്, ഉണർവിലുണ്ട്. അബുറജാ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുക്കുകയാണ്. എന്താ ചൊല്ലിക്കൊടുക്കുന്നത്? എനിക്ക് വേണ്ട പദ്യം ഞാനങ്ങ് പറഞ്ഞു തരാം. എന്റെ തുടക്കം അമിൻ തേദക്കുരിജി പ്രാനിം ബീദി സലമി മസജിതാരം അഞ്ചറാ നിമുഖലതിം ബിദമി എന്ന് തുടങ്ങുന്ന പദ്യമാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഇത്? നിങ്ങൾക്ക് എങ്ങനെ മനഃപ്പാടമായി? മഹാനവറുകൾ അപ്പൊ പറയുന്നു, ഇന്നലെ രാത്രി നിങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ചൊല്ലിക്കൊടുത്തില്ലേ?
അത് കേൾക്കുമ്പോൾ നബിതങ്ങൾ കാറ്റടിക്കുന്ന സമയത്ത് കരിമ്പിന്റെ തണ്ട് ആടും പോലെ സന്തോഷം കൊണ്ട് ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനപ്പാടമാക്കിയതാണ് ശറഫുദ്ദീനിൽ ബൂസിരി. കോപ്പി കൊടുക്കുന്നു, ലോകമെമ്പാടും ബുറുദ പ്രസിദ്ധമാകുന്നു. സുഹൃത്തുക്കളെ, ഔലിയാക്കൾക്ക് അങ്ങനെ പല ദറജകളുമുണ്ട്. വലിയ ദറജയുള്ള മഹാനാണ് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുന്ന് തുടക്കം തന്നെ കൊള്ളത്തലവന്റെ മുമ്പിൽ സത്യം പറഞ്ഞു. കൊള്ളത്തലവൻ ചിന്തിച്ചു, ഞാനല്ലേ റബ്ബിലേക്ക് ഖൽബ് തിരിക്കേണ്ടവൻ. അവിടെ വെച്ച് തന്നെ തൗബ ചെയ്തു. കൊള്ളക്കാര് മുഴുവനും തൗബ ചെയ്തു. കൊള്ള ചെയ്തത് മുഴുവനും തിരിച്ചു കൊടുത്തു. അതാണ് കള്ളം പറയരുതെന്നും ആ ചൊന്നാരി കള്ളന് കയ്യിലെ പൊന്ന് കൊടുത്തോവർ. ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ, ഞങ്ങൾ ആ മഹാനെ അനുസ്മരിക്കുന്ന സമയമാണിത്, മാസമാണിത്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നാവിൽ സത്യം മാത്രം നീ ഇട്ടുതരണം റഹ്മാനെ. നിന്റെ ദീനിന് ഉപകരിക്കുന്നത്, ജനങ്ങളെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്നത്, തഖ്വ ഉണ്ടാകാൻ കാരണമാകുന്നത് മാത്രം സംസാരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ആ ഗൗസുൽ ആദം തങ്ങളെ സ്നേഹിക്കുന്ന നമ്മൾ മഹാനവറുകൾ പഠിപ്പിച്ച ശരിയായ ശരീഅത്തിന്റെ നിയമമനുസരിച്ച് ജീവിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്ത് ഇവിടുന്ന് പറഞ്ഞില്ലേ, മുവാഫഖത്തി ശർഇ യഹ്സുൽ ഖൈറു. ശർഇന്റെ നിയമമനുസരിച്ച് ജീവിച്ചാൽ ഖൈറ് കിട്ടും. അതേ സമയത്ത് അതിനെതിരായി ചെയ്താലോ യഹ്സുൽ ശർറു, നാശം വരും. അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം. സർവ്വ വിഷയത്തിലും അല്ലാഹുവിന്റെ നിയമങ്ങൾ സ്വീകരിക്കണം. നമ്മളെ നാവ് കൊണ്ട് നമ്മൾ ഗീബത്ത് പറയരുത്, ഒരാളെ ഗീബത്തും പറയരുത്. അതിലൊരു നന്മയും കിട്ടാനില്ല. ഒരാളെയും കുറ്റം പറയരുത്, തെറി പറയരുത്, ചീത്ത പറയരുത്. ആരെയും നിസ്സാരപ്പെടുത്തരുത്, ആരെയും നിന്ദിക്കരുത്. അതുകൊണ്ട് നമുക്കൊരു കാര്യവും കിട്ടാനില്ല. നേരെ മറിച്ച് നമ്മൾ നല്ലത് പറയണം. ഖൂലൂ ലില്ലാഹി ഹുസ്നാ ഖൂലൂ ലിന്നാസി ഹുസ്നാ. അല്ലാത്തൊരു ആഖിർ സുബ്ഹാനല്ലാ, നമ്മൾ ഊലൂലിന്നാസിനുള്ള സ്ഥലത്ത് ഊലൂലില്ലാഹി ആയിപ്പോയി എന്നോട്. ചിലപ്പോ അപ്പറങ്ങ് കട്ടാളിഞ്ഞ് എന്നിട്ട് അത് മാത്രം വെച്ച് കേൾപ്പിക്കുന്ന എത്രയോ ബിരുദന്മാരുണ്ടാവും. അങ്ങനത്തെ ഒരു ലോകമാണ്. അല്ലാഹുതആല അവർക്കൊക്കെ ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഞാൻ പിന്നാന്ന് വടകര മുഹമ്മദായി തങ്ങളെ ഉറൂസിന് ഇങ്ങനെ പോകുമ്പോണ്ട് കർണാടകയിൽ നിന്ന് ഫോണും നിങ്ങൾ മൗലിദിനെതിരായി പ്രസംഗിച്ച ക്ലിപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. പണ്ടൊരിക്കലും ഞാൻ കർണാടകയിൽ പോയപ്പോ എനിക്കൊരാൾ കന്നഡയിലുള്ള ഒരു പത്രം കൊണ്ടുവന്ന് കാണിച്ചു തന്നു. എന്നോട് പറഞ്ഞു, ഇതിൽ പറയുന്നത് നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ച് രണ്ടാമത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാ. ഞാൻ പറഞ്ഞു, ഞാനും വിവരം അറിയില്ല. എന്നോടൊരാൾ അങ്കായത്തൊക്കെ വിധി പറഞ്ഞു, ഞാൻ കബിൽത്തു നിക്കാഹ പറഞ്ഞാലേ നിക്കാവുള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞ ഒരു വിവരം തന്നെ ഞാൻ അറിയില്ല. ഒറ്റ ഒരു ഭാര്യയെ കല്യാണം കഴിച്ച വിവരം എനിക്കറിയും, അതിനപ്പുറം എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പത്രം ഇപ്പൊ ഞാൻ സൂക്ഷിച്ചു. ഈ തുണിയുടെ നിങ്ങളെ മുമ്പിലെത്തിയുള്ള എല്ലാ നിങ്ങൾ മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഉമ്മമാർ, ബാപ്പമാർ, അവരുടെ എല്ലാം ദീർഘായുസ് കൊണ്ട് ആഫിയത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. അതിന് കുറച്ച് കടങ്ങളുണ്ട്. ഞങ്ങളിൽ ആയുസ്സിൽ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു രോഗത്തിലും അവരെയും ഞങ്ങളെയും വലക്കരുതേ റഹ്മാനെ. ഞങ്ങളെ കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ.